ശരി, നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? തുടങ്ങിക്കോട്ടെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇനിയിപ്പോ നമുക്ക് അധികം സമയം കളയണ്ട. ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നവർ കയറട്ടെ. എന്താണ് ചെയ്യുന്നത്? ഇറ്റലിയിലാണ്. ഓ അത് ശരി, ചീനി ഇറ്റലിയിലാണ് അല്ലേ? ഇറ്റലിയിൽ എന്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അനൂന്ന് പേരെ ഇറ്റലിയിലാണ്. അനുമോൾ, അനുമോളിന്റെ പേരായിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് ഇറ്റലിയിലാണ്. എന്റെ സ്കൂൾ ഫ്രണ്ട് ആണ് കേട്ടോ. ഇറ്റലിയിൽ കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല. കാര്യം സ്കൂളിൽ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഇറ്റലിയിൽ പോയി. പിന്നെ അധികം കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് വീണ്ടും ഞങ്ങള് മീറ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാമിലൂടെ കുറെ വർഷങ്ങൾക്ക് ഇപ്പുറം. ഞാൻ ചോദിക്കാം കേട്ടോ, അനുമോൾ എവിടെയാണ്, ഇറ്റലിയിൽ എവിടെയാണ് ഞാൻ ചോദിക്കാം. എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഗായത്രി ഇറ്റലിയിലാണ്. ശരി, ജോലി സംബന്ധമായിട്ട് അവിടെ ആയിരിക്കും അല്ലെ രണ്ടുപേരും, ഗായത്രിയും ചീനയൊക്കെ. നിങ്ങൾ രണ്ടുപേരും ഈ സ്ഥലത്ത് തന്നെയാണോ? ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് ഇറ്റലിയിൽ പോയതാണ് അല്ലെ? അല്ല, എന്തായാലും നാടൊക്കെ മിസ് ചെയ്യാറുണ്ടോ നിങ്ങക്ക് ഇറ്റലിയിൽ പോകുമ്പോ? ഇപ്പൊ ഇതൊക്കെ അവിടെ കഴിഞ്ഞപ്പോ ഫ്രണ്ട്സ് ആയത് ക്ലാസ്സിൽ നിന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഇറ്റലിയിൽ അവർ എവിടെയാണെന്ന് ചോദിക്കട്ടെ. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരുന്ന ഞാൻ പറയാം കേട്ടോ. എന്റെ ഒരു ഫ്രണ്ടാണ്, മോളാണ് പേര്. അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. മിസ് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ കേൾക്കുന്നത് അല്ലെ? ശരി, എന്നാ എന്തായാലും നന്നായിട്ട് പോട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇടയ്ക്കൊരു ബ്രേക്ക് ഒക്കെ എടുക്കാം കേട്ടോ. അതായത് 1.5 മണിക്കൂർ ക്ലാസ് ആണ്. 1.5 മണിക്കൂർ ഭയങ്കര ബോറിംഗ് ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചെറിയ ബ്രേക്ക് ഒക്കെ എടുക്കാം കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് പോവാം. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ബുദ്ധിമുട്ടല്ല, ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ആണല്ലോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു. യെസ്, കോമൺ പിറ്റ്ഫോൾസ് അല്ലെ? കോമൺ പിറ്റ്ഫോൾസ് ദാറ്റ് ക്യാൻ ഡിറൈവ് ആൻ ഇന്റേണൽ ഓഡിറ്റ് അല്ലെ? ഒരു ഇന്റേണൽ ഓഡിറ്റിൽ ഉണ്ടാകാവുന്ന പിഴവുകള് അല്ലെങ്കിൽ തെറ്റുകള് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റിന് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങള് എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഒരു കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യത്തെ 3 പോയിന്റുകൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? സ്കോപ്പ് ക്രീപ്പ് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. തേർഡ് പോയിന്റ്, നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ. അത്രയും വരെയുള്ള പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് അത്രയും പോയിന്റുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? എല്ലാവർക്കും ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകൾ അഥവാ പിഴവുകൾ എന്തൊക്കെയാണ്? ഒന്നാമത് നമ്മൾ പറഞ്ഞത് സ്കോപ്പ് ക്രീപ്പ് ആണ് അല്ലെ? അതായത് ആ ഒരു പരിധി ലംഘിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ? നമ്മൾ എന്താണോ ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ച ഏരിയ ഏതാണോ അതിന്റെ പരിധി വിട്ട് മറ്റു പല കാര്യങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരവസ്ഥ അല്ലെ? അപ്പൊ എന്തുണ്ടാവും? നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അതിലെ ഫോക്കസ് നമ്മുടെ നഷ്ടപ്പെടും. പകരം നമ്മള് ആ ഒരു സ്ഥാപനത്തിലെ എല്ലാ ഏരിയകളും ഓഡിറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലോട്ട് മാറും അല്ലെ? അത് എന്തുണ്ടാവും? അത് ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റില് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും.
ശരിയാണല്ലോ. അപ്പൊ നമുക്ക് ഒരു ഓഡിറ്റ് നടത്താൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്റേണൽ ഓഡിറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ടുകൾ മാത്രമല്ല നമ്മൾ അവിടെ ഓഡിറ്റ് ചെയ്യുന്നത് അല്ലെ. ഒരു സ്ഥാപനത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. കംപ്ലൈൻസ് ഓഡിറ്റുകളും അല്ലെ, ജനറൽ ഐ ഓഡിറ്റുകളും പെർഫോമൻസ് ഓഡിറ്റും അല്ലെ, എല്ലാം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ഏരിയകൾ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ആ ഒരു സ്കോപ്പ്, ആ ഒരു പരിധി കിട്ടി നമ്മുടെ വകുപ്പില് ഇന്റേണൽ ഓഡിറ്റില് പലതരത്തിലുള്ള പോരായ്മയും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് സ്കോപ്പ് ക്രീപ്പിൽ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ് ഓഫ് സ്റ്റേറ്റ് ഹോൾഡേഴ്സ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള മാനേജർമാര്, സൂപ്പർവൈസേഴ്സ്, അവരുമായിട്ട് മാത്രം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോലെ. പിന്നെ എന്താണ്, ആ ജോലി നേരിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ ക്ലയന്റ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ആ ജോലി ചെയ്യുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളുണ്ട് അല്ലെ. അവരുമായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, വിവരങ്ങള് ചോദിക്കണം അല്ലെ. അവരോടൊപ്പം അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വിവരങ്ങൾ ശേഖരിക്കണം. കാര്യം അവർക്കാണ് ഇതിന് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ലഭിക്കുന്ന ഡാറ്റ ജെനുവിൻ ആവണമെങ്കിൽ അവരിൽ നിന്നുകൂടെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കും. ചിലപ്പോൾ മാനേജർമാരും സൂപ്പർവൈസറും പറയുന്ന ആ ഒരു രീതി ആയിരിക്കില്ല ഒരു പക്ഷെ അവർ ഫോളോ ചെയ്തിട്ടാണ്. അപ്പോ നമുക്ക് ലഭിക്കുന്ന ഡാറ്റയുടെ ജെനുവിനിറ്റി ഉറപ്പാക്കണമെങ്കിൽ ആ ജോലി നേരിട്ട് ചെയ്യുന്ന താഴെ തട്ടിലുള്ള ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിവരങ്ങള് ചോദിച്ചറിയും. പലപ്പോഴും അത് ചെയ്യാറില്ല. അതാണ് നോട്ട് ടോക്കിംഗ് ടു അങ്ങനെയുള്ള ക്ലയൻസും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ എന്താണ് സംസാരിക്കാതെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഡാറ്റ എപ്പോഴും എന്താവണമെന്നില്ല, പ്രോപ്പർ ആവണമെന്നില്ല. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഇന്റേണൽ ഓഡിറ്റിനെ വളരെ എന്താ പറയാ പിഴവുകൾ വരുത്താനായിട്ട് കാരണം അല്ലെ. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞത് നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ. ഡാറ്റകള് നമ്മൾ ശരിയായ രീതിയിൽ റിവ്യൂ ചെയ്യാതിരിക്കുക. എന്താ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ ഓരോ ഡാറ്റകളും എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അതിന്റെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഥവാ ഡാറ്റാബേസ് പ്രൊവൈഡറിനോടൊപ്പം ഇരുന്ന് ആ ഡാറ്റ എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വേണം നമ്മൾ ഡാറ്റ റിവ്യൂ ചെയ്യാനായിട്ട്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ മാനേജേഴ്സോ അവർ തരുന്ന വിവരങ്ങൾ നമുക്ക് പാടെ നമുക്ക് മുകളിലേക്ക് എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. കാര്യം തരുന്ന വിവരങ്ങൾ എത്രത്തോളം എന്താണ് ജെനുവിനിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഡാറ്റ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ആ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഥവാ ഡാറ്റാബേസ് പ്രൊവൈഡറിനോടൊപ്പം ഇരുന്ന് ആ ഡാറ്റകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ നമുക്കത് അങ്ങനെ ആ രീതിയിൽ വേണം നമ്മൾ ഡാറ്റ റിവ്യൂ ചെയ്യാനായിട്ട്. ഓക്കെ, അതും പലപ്പോഴും നടക്കാറില്ല. അതുമൂലം ഇന്ത്യയുടെ ഓഡിറ്റിൽ പലതരത്തിലുള്ള പിഴവുകൾ ഉണ്ടാകും. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ലാക്ക് എന്ന് ചേർക്കണം. ലാക്ക് ഓഫ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അത് നമ്മൾ മനസ്സിലാക്കണമെന്നില്ലാണ്ടോ, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പറയില്ലേ, സ്വതന്ത്രമായിട്ട് അല്ലെ, വളരെ നിഷ്പക്ഷതയോട് കൂടിയിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഓഡിറ്റ് നടത്തേണ്ടത്. പക്ഷെ പലപ്പോഴും അത് എന്തുണ്ടാകാറില്ല, അങ്ങനെ ഒരു ഒബ്ജക്ടിവിറ്റിയും ഇൻഡിപെൻഡൻസും ഇന്റേണൽ ഓഡിറ്റില് ഉണ്ടാകാറില്ല. എപ്പോഴും ഉണ്ടാകാറില്ല എന്നല്ല പറയുന്നത്, അതിന്റെ അഭാവം ഉണ്ടാവാറുണ്ട്. ഓക്കെ, ശരിയായ രീതിയിൽ ആ ഒരു എന്താ പറയാ സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് പലപ്പോഴും ഇന്റേണൽ ഓഡിറ്റ് നടക്കാത്തത് മൂലവും എന്ത് സംഭവിക്കാറുണ്ട്, അതില് പിഴവുകൾ അഥവാ തെറ്റുകൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, അതായത് നിഷ്പക്ഷതയും സ്വാതന്ത്ര്യവും, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ മനസ്സിലാക്കാം. This has become particularly important in a smaller organization. അതായത് നമ്മൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങളില് പ്രത്യേകിച്ച് ഈ പറയുന്ന ഒബ്ജക്ടിവിറ്റിയും ഇൻഡിപെൻഡൻസും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ചെറിയ സ്ഥാപനത്തിൽ മാത്രമാണോ, വലിയ സ്ഥാപനത്തിൽ അതിന് പ്രാധാന്യമില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. പക്ഷെ എടുത്തു പറയുന്നതിലാണ് സ്മോളർ ഓർഗനൈസേഷനാണ്. എന്തുകൊണ്ടാണ് നോക്കാം കേട്ടോ. In a larger organization, internal auditors report to a board of directors or an audit committee. അതായത് വലിയ വലിയ സ്ഥാപനങ്ങള്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോസ്പിറ്റൽ തന്നെ എടുക്കുക. വലിയ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം.
ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റലുകളാണ് വിചാരിക്കാം. അപ്പോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളില് ഇന്ത്യയുടെ ഓഡിറ്റേഴ്സ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് ഒന്നുകിൽ ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കായിരിക്കും അവർ ആ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. ആണല്ലോ? ഓക്കെ. എന്ന് പറഞ്ഞാല് അവിടെ ഓഡിറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലും അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിനും ഇടയിലും എന്ത് വരുന്നുണ്ട്? ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. കാര്യം വലിയ സ്ഥാപനമാണ് അല്ലെ? അപ്പൊ ഓഡിറ്റ് നടത്തുന്ന ഏരിയകൾ ഓഡിറ്റൊക്കെ നടത്തി അതിന്റെ റിപ്പോർട്ട് ഡയറക്റ്റ് ആയിട്ട് ആർക്കും കൊടുക്കുന്നത് ആ ഒരു സ്ഥാപനത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കാണ് അവിടേക്ക് റിപ്പോർട്ട് പോകുന്നത് അല്ലെ? അതേസമയം സ്മോളർ കമ്പനീസ് an internal auditor may be reporting to the same person or group they are auditing. അതേസമയം ചെറിയ ചെറിയ കമ്പനീസ് ആകുന്നത് അവിടെ ഇന്റേണൽ ഓഡിറ്റർ റിപ്പോർട്ട് കൊടുക്കുന്നത് ഒന്നുകിൽ ഓഡിറ്റ് നടത്തിയിട്ടുള്ള ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ഓഡിറ്റ് ചെയ്തത് ആ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ആ വ്യക്തികൾക്കോ ആയിരിക്കും ആ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവുക. ആരെയാണോ നമ്മൾ ഓഡിറ്റ് ചെയ്തത് അവർക്ക് തന്നെയായിരിക്കും നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? ഈ ഓഡിറ്റേഴ്സിനും ആ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇടയിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. കാരണം അവര് ഓഡിറ്റ് ചെയ്ത അതേ ആളുകൾക്ക് തന്നെയാണ് എന്ത് കൊടുക്കുന്നത്? അവർ ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഓൾറെഡി അവർക്കിടയിൽ എന്തുണ്ട്? ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളിലും ആ ഓഡിറ്റ് അതായത് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പക്ഷെ എന്തെങ്കിലും എന്താണ് പ്രശ്നങ്ങൾ വരാന്ന് പറയുമ്പോൾ അവരുമായിട്ടുള്ള പേരില് ആ ഒരു റിലേഷന്റെ പേരില് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളില് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സുകൾ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ്. ശരിയല്ല? കാര്യം നമ്മൾ അവർ ഓഡിറ്റ് ചെയ്ത് നമ്മൾ അവരായിട്ട് പരിചയപ്പെട്ടു അതേ ആളുകൾക്ക് തന്നെ നമ്മൾ റിപ്പോർട്ട് കൊടുക്കുക നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചേക്കാം. കാര്യം എന്താണ്? അവർക്കിടയിൽ ഒരു റിലേഷൻ ഓൾറെഡി ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കാം? The crucial factor is remaining impartial, independent and having a forward looking mindset. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്മോളർ ഓർഗനൈസേഷൻ വരുമ്പോ ഈ പറയുന്ന ഒബ്ജക്ടിവിറ്റിയും ഇൻഡിപെൻഡൻസ് അവിടെ വളരെയധികം നിർണായകമാണ്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള സ്ഥാപനത്തില് ഈ പറയുന്ന ഇന്ത്യയുടെ ഓഡിറ്റേഴ്സ് തികച്ചും എന്തായിരിക്കണം? നിഷ്പക്ഷരായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം. അതുപോലെ തന്നെ ഭാവിയിലെ കാര്യങ്ങളെ നോക്കുന്ന തരത്തില് അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്? അവരവിടെ ഓഡിറ്റിംഗ് നടത്തേണ്ടത്. മനസ്സിലായോ? നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പോ ഒന്നും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പാടില്ല. നമ്മൾ ഓൾറെഡി ഇന്ത്യയുടെ ഓഡിറ്റ് പഠിച്ചപ്പോ പറഞ്ഞു ഇന്ത്യയുടെ ഓഡിറ്റേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞത്? അവർ വളരെ സ്വതന്ത്രരായിരിക്കും, നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലാണ് അവർ ഓഡിറ്റ് നടത്തേണ്ടത് അല്ലെ? യാതൊരു വിധത്തിലുള്ള ഇന്ത്യയുടെ പൊളിറ്റിക്സുകളോ മറ്റുള്ള റിലേഷൻഷിപ്പുകളോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ പറയും. അപ്പൊ എന്തുകൊണ്ട് അത് ചെറിയ സ്ഥാപനത്തിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആവാൻ സാധ്യത എന്താണെന്ന് വെച്ചാല് ചെറിയ സ്ഥാപനങ്ങളിൽ നമ്മൾ ആരെയാണോ ഓഡിറ്റ് നടത്തുന്നത് അവർക്ക് തന്നെ ആയിരിക്കും ഒരു പക്ഷെ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് ഓഡിറ്റേഴ്സ് എങ്ങനെയായിരിക്കണം? ഇംപാർഷ്യൽ ആയിരിക്കണം അല്ലെ? അവര് എന്തായിരിക്കണം? വളരെ ഇംപാർഷ്യൽ ആയിരിക്കണം, നിഷ്പക്ഷരായിരിക്കണം, സ്വതന്ത്രരായിരിക്കണം, ഭാവിയിലെ കാര്യങ്ങളെ ഭാവിയിലെ കാര്യങ്ങൾ മുൻകൂട്ടി നോക്കി കാണാൻ കഴിയുന്ന ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം അവരവിടെ ഓഡിറ്റ് നടത്തേണ്ടത്. മനസ്സിലായത്? വലിയ സ്ഥാപനങ്ങളിൽ അധികം പ്രശ്നം വരുന്നില്ല. വലിയ സ്ഥാപനങ്ങളില് നേരെ റിപ്പോർട്ട് പോകുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കാണ്. പിന്നെ വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ നമുക്ക് അധികം അടുത്തിടപെടുന്ന നമുക്ക് സമയം ഒരു അവസരം അവിടെ വരുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് മൊത്തം നോക്കാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഈസിയാണ്. പക്ഷെ ചെറിയ സ്ഥാപനത്തിലാകുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് തികച്ചും ഒബ്ജക്ടിവിറ്റി ഇൻഡിപെൻഡൻസും മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ടത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ remember that an internal auditor is striving to help and should be allowed to do so even if the results are hard to hear. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് നമ്മളെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് അല്ലെ? അതെ, സ്ഥാപനത്തിന് കുറയുന്ന മെച്ചപ്പെട്ട ഒരു രീതിയിൽ എത്തിക്കാം അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഡാറ്റകളാണെങ്കിൽ കൂടിയും ഇപ്പൊ അവര് പറയുന്ന റിസൾട്ട് അവര് തരുന്ന റിപ്പോർട്ടിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും
അവർക്ക് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് അനുമതി നൽകിയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ക്ലിയറായോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇന്റേണൽ ഓഡിറ്റേഴ്സ് എപ്പോഴും എന്താണ് നമ്മളുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ തരുന്ന റിസൾട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ കൂടിയും അവർക്ക് വളരെ ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട്, സ്വതന്ത്രമായിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അനുവാദം നൽകിയിരിക്കണം. ഇതാണ് അവിടെ പറയുന്നത്. പലപ്പോഴും ഈ പറയുന്ന ഒബ്ജക്ടിവിറ്റിയും ഇൻഡിപെൻഡൻസും പലപ്പോഴും എന്താവാറുണ്ട്, നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ലോകത്തില് പല വിധത്തിലുള്ള തെറ്റുകളും പിഴവുകള് വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? കൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാണെങ്കിൽ പറയുന്നോട്ടോ. അല്ലാതെ നമുക്ക് കിട്ടില്ല ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇത്രയുള്ള സംഭവത്തില് നമ്മൾ പഠിച്ചിട്ടാണ് ഇന്ത്യയുടെ ലോകത്തിന് ബാധിക്കാവുന്ന കോമൺ പിറ്റ്ഫോൾസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ആണ് 2, നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയന്റ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മൂന്നാമത്തത് നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ. നാലാമത്തേത് ഇപ്പൊ പറഞ്ഞതാണ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പൊ ഓർത്ത് വെക്കാതെ വലിയ സ്ഥാപനങ്ങളിൽ അത് വിഷയം വരുന്നില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ അത് വലിയ സ്ഥാപനമാണെങ്കിൽ ചെറിയ സ്ഥാപനമാണെങ്കിലോ ഇന്ത്യയുടെ ഓഡിറ്റേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം, അവര് വളരെ നിഷ്പക്ഷരായിട്ട് സ്വതന്ത്രമായിട്ട് വേണം അവര് എന്ത് ചെയ്യാനായിട്ട്, ഡാറ്റകൾ കളക്ട് ചെയ്യാനും റിപ്പോർട്ട് തയ്യാറാക്കാൻ. അതൊരു വിധത്തിൽ ഇന്ത്യയുടെ പൊളിറ്റിക്സിനാൽ അവര് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ. പക്ഷേ ഈ പറയുന്ന ഇൻഡിപെൻഡൻസും അതുപോലെ ഒബ്ജക്ടിവിറ്റിയും ചെറിയ സ്ഥാപനങ്ങളും കുറെ കൂടെ നിർണായകമാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ചെറിയ സ്ഥാപനങ്ങളിൽ നമ്മൾ ആരെയാണോ ഓഡിറ്റിംഗ് നടത്തുന്നത് അവർക്ക് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ യാതൊരു വിധത്തിൽ ഇൻഫ്ലുവൻസ് ആവാനായിട്ട് പാടില്ല. ഓക്കെ, വലിയ സ്ഥാപനമാകുമ്പോൾ അവിടെ അധികം വലിയ വിഷയം വരുന്നില്ല. ബിക്കോസ് നമ്മൾ ഡയറക്റ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കാണ്. പിന്നെ അവിടെ ഈ പറയുന്ന ഓഡിറ്റേഴ്സിനും ഡിപ്പാർട്ട്മെന്റുകളിലെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല. ചെറിയ സ്ഥാപനത്തിൽ ആ ഗ്യാപ്പ് വരുന്നില്ല. ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കണം. എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇന്റേണൽ ഓഡിറ്റേഴ്സ് നമ്മുടെ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവര് തരുന്ന റിസൾട്ടുകൾ ഒരു പക്ഷെ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമുക്ക് അപ്രിയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എങ്കിലും അവർ ശരി സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് അനുവാദം നൽകിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയിട്ട് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു ക്ലിയർ ആയോ? വായിച്ചു നോക്കിയില്ലേ എല്ലാവരും? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്റേണൽ ഓഡിറ്റ്. പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്റേണൽ ഓഡിറ്റ്. ഒരു ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രൊഫഷണൽ സ്റ്റാൻഡേർഡുകൾ. ഓക്കെ, എന്താണ് അവർ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് അഥവാ IIA. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് IIA ഫുൾ ഫോം ചോദിക്കാം. എന്താണ് ഫുൾ ഫോം? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് കേട്ടോ. അപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഹാസ് സെറ്റ് ദ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഫ്രെയിംവർക്ക് ഫോർ ഇന്റേണൽ ഓഡിറ്റിംഗ്. അതായത് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് അറിയാമോ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ്. അതായത് നമ്മുടെ അന്താരാഷ്ട്ര തലത്തില് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, അതായത് ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങള് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. അവരെയാണ് ഇന്റേണൽ ഓഡിറ്റ് ഇങ്ങനെ നടത്തണം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ
പോളിസികളും അതിന്റെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? IIA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. അവരാണ് ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് IIA എന്നാണ്. IIA ആണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ്. ഓക്കെ, അവരാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇറ്റ് ഈസ് കോൾഡ് ദ ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് അഥവാ IPPF. അവർ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഫ്രെയിം വർക്ക് അറിയപ്പെടുന്നതാണ് IPPF. അത് രണ്ടാമത്തെ ഫുൾ ഫോം പഠിച്ചു വെക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ് ഇന്റേണൽ ഓഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു എന്താ പറയുക ഫ്രെയിം വർക്ക് അല്ലെ, ആ സ്റ്റാൻഡേർഡ് അന്താരാഷ്ട്ര തലത്തിന് അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളുടെ ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവരാണ്. അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഫ്രെയിം വർക്ക് അറിയപ്പെടുന്നത് IPPF ആണ്. IPPF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിം വർക്ക്. ഇതാണ് ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിം വർക്ക്. ഓക്കെ, ഇനി the IPPF provides mandatory and strongly recommended guidance. ഈ പറയുന്ന IPPF എന്ന് പറയുന്ന ഫ്രെയിം വർക്കിനകത്താണ് രണ്ട് തരത്തിലുള്ള ഗൈഡൻസുകളാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് IPPF എന്ന് പറയുന്ന ഫ്രെയിം വർക്കിനുള്ളിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള ഗൈഡൻസ് ഏതൊക്കെയാണ്? ആ രണ്ട് തരത്തിലുള്ള ഗൈഡൻസ് ഒന്ന് മാൻഡേറ്ററി ഗൈഡൻസ് ആണ്, മാൻഡേറ്ററി. രണ്ടാമത്തത് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ഗൈഡൻസ് ആണ്. മാൻഡേറ്ററി ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും മാൻഡേറ്ററി ആണ് എന്ന് പറഞ്ഞാല് ഒരു ഇന്ത്യയിൽ ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് ഓഡിറ്റേഴ്സ് നിർബന്ധമായിട്ടും പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് മാൻഡേറ്ററി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. ഇന്ത്യയിൽ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില വ്യവസ്ഥകളാണ് മാൻഡേറ്ററി ഗൈഡൻസിനകത്ത് വന്നിട്ടുള്ളത്. ഇനി സ്ട്രോങ്ലി റെക്കമെൻഡഡ് ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ്. അത് വേണമെങ്കിൽ പാലിക്കാതിരിക്കാം. പക്ഷെ എന്താണ് ഇന്റേണൽ ഓഡിറ്റിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെ, അതിന്റെ ആ ഒരു ഗുണമേന്മ അത് കുറേയും കൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവ രണ്ട് തരത്തിലുള്ള ഗൈഡൻസുകളാണ് IPPF മുന്നോട്ട് വെച്ചത്. IPPF എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് തരത്തിലുള്ള ഗൈഡൻസുകളാണ്. ഒന്ന് മാൻഡേറ്ററി ഗൈഡൻസ് ആണ്, മറ്റൊന്ന് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ആണ്. മാൻഡേറ്ററി മീൻസ് നിർബന്ധമായിട്ടും ഇന്റേണൽ ഓഡിറ്റേഴ്സ് നിർബന്ധമായും പാലിക്കേണ്ട വ്യവസ്ഥകളാണ് മാൻഡേറ്ററി ഗൈഡൻസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സ്ട്രോങ്ലി റെക്കമെൻഡഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളാണ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ഗൈഡൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണ്? These are the standards that are applied by over 160,000 Indian auditors who are working globally within the framework. പറഞ്ഞാല് ആഗോളതലത്തിൽ ഏകദേശം 1,60,000 ഇന്ത്യൻ ഓഡിറ്റേഴ്സ് ഈ പറയുന്ന ഒരു ഫ്രെയിം വർക്ക് അനുസരിച്ചിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളോട് ചോദിക്കാം, ഇന്ത്യൻ ഓഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സുകളുടെ ആ ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ആരാണെന്ന് വെച്ചാൽ ആരാണ്? IIA അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഫ്രെയിം വർക്ക് അറിയപ്പെടുന്ന പേരാണ് IPPF. IPPF എന്താണ്? ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിം വർക്ക്. ഇനി ആ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ രണ്ട് തരത്തിലുള്ള ഗൈഡൻസുകളാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന് മാൻഡേറ്ററി ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്, സ്ട്രോങ്ലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്. ആഗോളതലത്തിൽ 1,60,000 ഏകദേശമാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ ഓഡിറ്റേഴ്സ് ഈ പറയുന്ന എന്താ പറയാ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവരെല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ IIA ഫുൾ ഫോം പഠിക്കണം, IPPFന്റെ ഫുൾ ഫോം പഠിക്കണം. ഫ്രെയിം വർക്കിന്റെ പേരാണ് IPPF. അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് IIA എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതോട് കൂടിയിട്ട് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അവിടെ വളരെയധികം
മെറ്റീരിയൽ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്റേണൽ ഓഡിറ്റ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യം എന്തൊക്കെയാണ്? ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഇന്റേണൽ ഓഡിറ്റേഴ്സ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എന്താണ് അല്ലെ? ഇന്റേണൽ ഓഡിറ്റിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, ഇത് നമ്മൾ പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് അല്ലെ? 5 ടൈപ്പ് ഇന്റേണൽ ഓഡിറ്റ് പഠിച്ചില്ലേ? കംപ്ലൈന്റ്സ് ഓഡിറ്റ്, എൻവിറോൺമെന്റൽ ഓഡിറ്റ് അല്ലെ, ജനറൽ IT ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, അങ്ങനെ 5 ടൈപ്പ് ഓഫ് ഓഡിറ്റ് നമ്മൾ കണ്ടു അല്ലെ? പിന്നെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് കോൺസെപ്റ്റ് പഠിച്ചു അല്ലെ? 4 ഫേസസ് പഠിച്ചില്ലേ? പ്ലാനിങ് അല്ലെ, പിന്നെ റിപ്പോർട്ടിങ്, ഫോളോ അപ്പ്, അങ്ങനെ 4 ഫേസസുകൾ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ഇപ്പൊ പഠിച്ചതായിരുന്നു, അതായത് ഇന്റേണൽ ഓഡിറ്റിൽ വരാവുന്ന കോമൺ പിക് പോയിന്റ്സുകൾ എന്തൊക്കെയാണ്, ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽ സ്റ്റാൻഡേർഡുകളെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. അപ്പോ അതിനകത്ത് ഒരു 10 ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ആ ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം കേട്ടോ. നോക്കാം. ബേസിസ് ഫോർ കമ്പാരിസൺ, മീനിങ്, ഒബ്ജക്റ്റീവ്, പിന്നെ കണ്ടക്റ്റഡ് ബൈ, ഓതർ ഈസ് അപ്പോയിന്റഡ് ബൈ, യൂസ്ലെസ് റിപ്പോർട്ട്, ഒപ്പീനിയൻ, സ്കോപ്പ്, ഒബ്ലിഗേഷൻ, പീരിയഡ്, ചെക്ക്, ഇങ്ങനെ ഒരു 10 ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ആദ്യം അതിന് മീനിങ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താണ് ഇന്റേണൽ ഓഡിറ്റ്, എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് നോക്കുക കേട്ടോ. മീനിങ് ഇതാണ്: ഇന്റേണൽ ഓഡിറ്റ് refers to an ongoing audit function performed within an organization by a separate internal auditing department. അതെ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്കുള്ളിലെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം നിരന്തരം നടത്തുന്ന ഒരു ഓഡിറ്റ് പ്രോസസ് ആണ് ഇത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓൺഗോയിങ് ഓഡിറ്റ് ഫംഗ്ഷൻ. ഓൺഗോയിങ് മീൻസ് എന്താണ്? കണ്ടിന്യൂസ് അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഓൾറെഡി പഠിച്ചതാണല്ലോ. കമ്പനിക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെ, കമ്പനിക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രത്യേക വിഭാഗമാണ് അല്ലെ. അതുകൊണ്ടല്ലേ ഇതിന്റെ പേര് ഇന്റേണൽ എന്ന് പറയാൻ കാരണം. നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം അവര് നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഒരു ഓഡിറ്റ് പ്രോസസ് ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്തായിരിക്കും? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് external audit is an audit function performed by the independent body which is not a part of the organization. അതായത് നമ്മുടെ സ്ഥാപനവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ഒരു സംഘടനയാവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം, അവര് നടത്തുന്ന ഓഡിറ്റ് ഫംഗ്ഷൻ ആണ് ഇത് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു തേർഡ് പാർട്ടി ആണെന്ന് പറയാം അല്ലെ. അതായത് നമ്മുടെ സ്ഥാപനം, നമ്മുടെ കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാവാം, ചിലപ്പോൾ ഒരു സ്വതന്ത്ര സംഘടനയായിരിക്കാം, അവര് നടത്തുന്ന ഓഡിറ്റ് ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ വ്യത്യാസം അതാണ്. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് ആണ്. എന്താണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അപ്പൊ നോക്കുക, ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു റിവ്യൂ ദ റൂട്ടീൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡ് സജഷൻസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ്. അല്ലെ, നമ്മുടെ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തി അത് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. അല്ലെ, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം വരുന്നുണ്ട് അല്ലെ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ടുകൾ മാത്രമാണോ? അല്ല, ആ സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ, അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് അത് കുറെ കൂടെ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. What is the objective of external audit? എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യം? To analyze and verify the financial statement of the company. അല്ലെ, നമ്മുടെ കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വിവരങ്ങള് അത് വിലയിരുത്തി സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. വേറെ ഒരു വശങ്ങളെ പറ്റി അവര് എന്ത് ചെയ്യുന്നില്ല, ഓഡിറ്റ് ചെയ്യുന്നില്ല. അത് എന്ത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ?
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ? അതെ, നമ്മുടെ കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങള് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അത് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് അല്ലെ? ഓക്കെ, കണ്ടക്ടഡ് ബൈ, ആരാണത് കണ്ടക്ട് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? അതാണ് നമ്മൾ മൂന്നാമത് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ഇന്റേണൽ ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ആരാണ്? എംപ്ലോയീസ് അല്ലെ? ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആര് തന്നെയാണ്? ആ കമ്പനിക്കകത്തുള്ള ജീവനക്കാര് തന്നെയാണ് അല്ലെ? ആ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ജീവനക്കാര് തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ടഡ് ബൈ ആരാണ്? തേർഡ് പാർട്ടി അല്ലെ? അതെ, എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു വ്യക്തി. നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത മൂന്നാമതൊരു വ്യക്തി അല്ലെ? അത് പുറത്തുനിന്ന് വരുന്ന ആവാം അല്ലെ? വ്യക്തിയാവാം, അല്ലെ? പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റോ അങ്ങനെയുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫയലുകൾ ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? പിന്നെ വരുന്നത് ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ. ഇനി ഇന്റേണൽ ഓഡിറ്റില് ആരാണ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്? ആരാണ്? അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ മാനേജ്മെന്റ്. ഇന്റേണൽ ഓഡിറ്റില് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഓഡിറ്ററിനെ നിയമിക്കുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ് അല്ലെ? ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ആണ്. അതേസമയം ഇൻ എക്സ്റ്റേണൽ ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എവിടുത്തെ മെമ്പേഴ്സ് ആണ്? ആ സ്ഥാപനത്തിന്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ആ സ്ഥാപനത്തിന്റെ ജീവനക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഇല്ലേ, പാർട്ട്നേഴ്സ് ഒക്കെ ഇല്ലേ, അവരാണ് കേട്ടോ. അവരാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മെമ്പേഴ്സ്. മെമ്പേഴ്സ് എന്ന് കേൾക്കുന്ന സ്ഥാപനത്തിന്റെ ഉള്ളിലെ ആൾക്കാരാണെന്ന് വെച്ചാൽ ഉള്ളിലെ ആൾക്കാരല്ല, ആ സ്ഥാപനത്തിന്റെ പങ്കാളികൾ ഉണ്ടാവല്ലോ, പാർട്ട്നേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവര് കേട്ടോ. അവരാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അവര് പാർട്ട്നേഴ്സ് മാത്രമാണ് കേട്ടോ. ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവര് അങ്ങനെയുള്ള മെമ്പേഴ്സുകളാണ് ഒരു ഓഡിറ്ററിന്, അത് എക്സ്റ്റേണൽ ഓഡിറ്ററിനെ നിയമിക്കുന്നത് മെമ്പേഴ്സ് ആണ്. ഓക്കെ, മെമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, അത് ആ ഒരു സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സും ഷെയർ ഹോൾഡേഴ്സ് ഒക്കെയാണ് കേട്ടോ. അവരാണ് ഓഡിറ്ററിനെ നിയമിക്കുന്നുണ്ടാവുക. അടുത്തത് യൂസേഴ്സ് റിപ്പോർട്ട്. ഇന്റേണൽ ഓഡിറ്റില് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റില് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? അതാണ് പറയുന്നത് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റില് യൂസേഴ്സ് റിപ്പോർട്ട് ടു മാനേജ്മെന്റ്. ഓക്കെ, റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? മാനേജ്മെന്റിനാണ്. ഇവിടെ ഇന്റേണൽ ഓഡിറ്റില്. എക്സ്റ്റേണൽ ഓഡിറ്റില് റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് അഥവാ പാർട്ട്നേഴ്സ്. ആ സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ് ഉണ്ടാവില്ലേ, അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. പിന്നെ ഇന്റേണൽ ഓഡിറ്റില് റിപ്പോർട്ട് കൊടുക്കുന്നത് മാനേജ്മെന്റിനാണെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റില് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ആ സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സിനാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു കമ്പാരിസൺ ആണ് ഒപ്പീനിയൻ ബേസ്ഡ്. ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അഭിപ്രായം അല്ലെങ്കിൽ നിഗമനം അല്ലെ? അതായത് ഇന്റേണൽ ഓഡിറ്റില് എന്തിന്റെ ബേസിലാണ് അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഭിപ്രായം രേഖപ്പെടുത്തുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റില് ഇതിന്റെ ബേസിലാണ് ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ in internal audit, opinion is provided on the effectiveness of the operational activities of the organization. Underline ചെയ്യാലോ. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിന് നമ്മൾ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമത, ആ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ നമ്മൾ രേഖപ്പെടുത്തുന്നത്. എവിടെ? ഇന്റേണൽ ഓഡിറ്റിന്. മനസ്സിലായല്ലോ? ഇന്റേണൽ ഓഡിറ്റിന് ആ ഒരു സ്ഥാപനത്തിന്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്, മൊത്തത്തിലുള്ള ആ ഒരു പ്രവർത്തനങ്ങളുടെ ഇഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾ ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്താണ്? ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡഡ് on the truthfulness and fairness of the financial statement of the company. എക്സ്റ്റേണൽ ഓഡിറ്റില് നമ്മുടെ സ്ഥാപനത്തിന്റെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലെ സത്യസന്ധതയും അതുപോലെ തന്നെ അതിന്റെ ഒരു ഫെയർനെസ് അല്ലെ, ട്രൂത്ത്ഫുൾനെസ് അല്ലെ, ദാറ്റ് മീൻസ് അതിലുള്ള ആ ഒരു സത്യസന്ധതയും അതിന്റെ ആ ഒരു ഫെയർനെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത്.
അല്ലെ? അതെ, മനസ്സിലായാലും എക്സ്റ്റേണൽ ഓഡിറ്റിൽ നമ്മൾ വേറെ ഒരു കാര്യം അവിടെ പരിഗണിക്കുന്നില്ല. ആകെ ഇത് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ, ഫിനാൻഷ്യൽ ആസ്പെക്ടുകൾ മാത്രമേ ഉള്ളൂ. സാമ്പത്തിക വശങ്ങളിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക വിവരങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലുള്ള അതിന്റെ ഒരു സത്യസന്ധതയും കൃത്യതയും മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്നൊരു ഒപ്പീനിയൻ അഥവാ കൺക്ലൂഷൻ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തത് സ്കോപ്പ്, പരിധി. ഓക്കെ, ഇൻ ഇന്റേണൽ ഓഡിറ്റ് സ്കോപ്പ് ഈസ് ഡിസൈഡഡ് ബൈ മാനേജ്മെന്റ് ഓഫ് എൻറ്റിറ്റി. എവിടെയൊക്കെ ഓഡിറ്റ് നടത്തണം, എന്തൊക്കെ ഓഡിറ്റ് നടത്തണം എന്ന് തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഓഡിറ്റ് നടത്തേണ്ട പരിധിയാണ്, അല്ലെ? ആ പരിധി ഇന്റേണൽ ഓഡിറ്റിൽ ആരാണ് തീരുമാനിക്കുന്നത്? മാനേജ്മെന്റ് ആണ്, അല്ലെ? എവിടെയൊക്കെ ഓഡിറ്റ് നടത്തണം, എങ്ങനെയൊക്കെ ഓഡിറ്റ് നടത്തണം എന്നുള്ള ആ ഒരു പരിധി നിശ്ചയിക്കുന്നത് മാനേജ്മെന്റ് ആണ്. ബട്ട് ഇൻ എക്സ്റ്റേണൽ ഓഡിറ്റ് the scope is decided by the statute. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റില് ആ ഒരു പരിധി, എവിടെയൊക്കെ ഓഡിറ്റ് നടത്തണം എന്നുള്ള പരിധി അത് നിയമപ്രകാരമാണ് നിശ്ചയിക്കുന്നത്. ഡിസൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്, നിയമപ്രകാരമാണ് അത് നിശ്ചയിക്കുന്നത്. എവിടെ? എക്സ്റ്റേണൽ ഓഡിറ്റില്. ക്ലിയർ? ഓക്കെ, അടുത്തതാണ് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിക്വയർമെന്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ആവശ്യകത. അതായത് ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, അതാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോ ഈ ഇന്റേണൽ ഓഡിറ്റില് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നോ ഇറ്റ് ഈസ് വോളണ്ടറി എന്നാണ് പറയുന്നത്. അതായത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിക്വയർമെന്റ് അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് വോളണ്ടറി ആണ്, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം. അതായത് കമ്പനിക്ക് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ് എന്ത്, ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ്. അവിടെ അതിന്റെ ആവശ്യകത അതാണ്. മനസ്സിലായല്ലോ? അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സ്വന്തം കമ്പനിക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്, നിർബന്ധമില്ല, ചെയ്യണം എന്ന് നിർബന്ധമൊന്നും കമ്പനിക്ക് തീരുമാനിക്കാം. ഓക്കെ, അത് വളണ്ടറി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒബ്ലിഗേഷൻ, റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യെസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ റിക്വയർമെന്റ് അവിടെ ആവശ്യമാണ്. ഇതനുസരിച്ച് അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എക്സ്റ്റേണൽ ഓഡിറ്റ് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധമാണ്. എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തണം, നിർബന്ധമാണ്. ഏത് ആക്ട് പ്രകാരം? 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം. അതിന് വേണമെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ വർഷം വേണമെങ്കിൽ ചോദിക്കാം. ഏതാണ് വർഷം? 1956 ആണ് കേട്ടോ, 1956. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് പീരീഡാണ്, കാലയളവാണ്. ഇന്ത്യയുടെ ഓഡിറ്റിന്റെ പീരീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, മീനിങ് പറഞ്ഞപ്പോ ഇറ്റ് ഇസ് എൻ ഓൺഗോയിങ് ഓഡിറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഓൺഗോയിങ് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ആണ്, അല്ലെ? സോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്, അതൊരു തുടർച്ചയായ ഒരു പ്രോസസ് ആണ്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണോ? അല്ല. പിന്നെന്താണ്? ഇറ്റ് ടേക്സ് പ്ലേസ് വൺസ് ഇൻ എ ഇയർ. അത് വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺസ് ഇൻ എ ഇയർ. ഇന്ത്യയുടെ ഓഡിറ്റിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, ദെൻ ചെക്ക്. എന്താണ് പരിശോധിക്കേണ്ടത്? ഒരു ഇന്ത്യയുടെ ഓഡിറ്റിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഇതാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ ഓഡിറ്റ് ചെക്ക് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഇന്ത്യയുടെ ഓഡിറ്റിന് നമ്മൾ പരിശോധിക്കുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ്. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമതയാണ് നമ്മൾ ഇന്ത്യയുടെ ഓഡിറ്റില് പരിശോധിക്കുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് ചെക്സ് accuracy and validity of the financial statements. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അത് സാമ്പത്തിക വശങ്ങളിലുള്ള ആ ഒരു കൃത്യതയും സാധുതയുമാണ് അവിടെ നമ്മൾ പരിശോധിക്കുന്നത്. അവിടെ എന്ത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ? ഫിനാൻഷ്യൽ ആസ്പെക്ടിന് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ചെക്സ് accuracy and validity of financial statement. സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങളുടെ കൃത്യതയും സാധുതയുമാണ് എക്സ്റ്റേണൽ ഓഡിറ്റില് പരിശോധിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 10 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസൺ ആണല്ലോ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് സ്വന്തം കമ്പനിയുടെ ഉള്ളില് ഇന്റേണൽ ഓഡിറ്റ് എന്ന ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു കണ്ടിന്യൂസ് ഒരു ഫംഗ്ഷൻ ആണ് ഇന്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി, അല്ലെ, ഒരു സംഘടനയാകാം, അല്ലെ, സ്വതന്ത്ര ഏജൻസികൾ നടത്തുന്ന ഒരു ഓഡിറ്റ് ഫംഗ്ഷൻ ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്.
ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്? നമ്മുടെ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ വിലയിരുത്തി അത് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എംപ്ലോയീസ് ആണ്. നമ്മുടെ സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരാണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നതെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് തേർഡ് പാർട്ടി ഏജൻസി, ഇതൊരു മൂന്നാമതൊരു വ്യക്തിയോ ഏജൻസിയോ ആയിരിക്കും. പിന്നെ ഇന്റേണൽ ഓഡിറ്റിന് ഓഡിറ്ററിനെ നിയമിക്കുന്നത് മാനേജ്മെന്റ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റിന് ഓഡിറ്ററിനെ നിയമിക്കുന്നത് അത് ആ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് മെമ്പേഴ്സ് മീൻസ് അതിന്റെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സ് കേട്ടോ, അവരാണ് ഓഡിറ്ററിനെ നിയമിക്കുന്നത്. പിന്നെ ഇന്റേണൽ ഓഡിറ്റിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് മാനേജ്മെന്റിനാണെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് അതിന്റെ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡേഴ്സിന് പാർട്ട്നേഴ്സിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ ഇന്റേണൽ ഓഡിറ്റിന് നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റിൽ നമ്മൾ ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സത്യസന്ധതയും അതിന്റെ കൃത്യതയും നോക്കിക്കൊണ്ടാണ് അതിന്റെ കൺക്ലൂഷൻ കൊടുക്കുന്നത്. പിന്നെ ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് നിശ്ചയിക്കുന്നത് മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് നിശ്ചയിക്കുന്നത് നിയമപ്രകാരമാണ്. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വോളണ്ടറി ആണ്, നിർബന്ധമുണ്ടോ? ഇല്ല, ഇത് കമ്പനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാതിരിക്കാം. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്, അതും അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട്. ഓക്കെ, ദെൻ പീരിയഡ് പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വൺസ് ഇൻ ഇയറിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഇന്റേണൽ ഓഡിറ്റിന് ചെക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ എഫിഷ്യൻസി അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമത. പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് നോക്കുന്നുണ്ട്, ജനറൽ IT കൺട്രോൾസ് നോക്കുന്നുണ്ട്, പെർഫോമൻസ് നോക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള എല്ലാ ഓപ്പറേഷൻ എഫിഷ്യൻസിയാണ് അവർ പരിശോധിക്കുന്നതിന് എക്സ്റ്റേണൽ ഓഡിറ്റില് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ആക്യുറസിയും സ്റ്റെബിലിറ്റിയുമാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കി. അതോടുകൂടി നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അവിടെ സാധിക്കുകയാണ് കേട്ടോ. ഇതിന് ഇന്റേണൽ ഓഡിറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പഠിച്ചതിൽ ഒന്നും തന്നെ അവിടെ കളയാനില്ല കേട്ടോ, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അത് നല്ലപോലെ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, പഠിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് കമ്പ്യൂട്ടർ കേട്ടോ. വായിച്ചോ? എന്നിട്ട് വായിച്ചപ്പോ നോക്കിയോ? ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക്കിലേക്ക് കേട്ടോ. ഇനിയാണ് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്ലോമയിലൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. സെലക്ഷൻ ഓഫ് വെഞ്ചർ കേട്ടോ. ഇനി നമ്മള്
സെലക്ഷൻ ഓഫ് വെണ്ടർ എന്ന് പറയുന്നത് വെണ്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് സെലക്ഷൻ ഓഫ് വെണ്ടർ. ആരാണ് വെണ്ടർ? ആരാണ് വെണ്ടർ? ഓക്കെ, ആരാണ് വെണ്ടർ? ജാസ്മിൻ പറഞ്ഞു കച്ചവടക്കാര്, ഫെമിന പറഞ്ഞു സെല്ലറാണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആരാണ് വെണ്ടർ? നീ പറഞ്ഞത് കറക്റ്റ് ആണ്, വിൽപ്പനക്കാരനാണ് അല്ലെ, കച്ചവടക്കാരാണ് അല്ലെ, ഇവരെയാണ് നമ്മൾ വെണ്ടർ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ നമ്മൾ ഇനിയിവിടെ പഠിക്കുന്ന സെലക്ഷൻ ഓഫ് വെണ്ടർ ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ബയ്യറും വെണ്ടറും ഒക്കെ അല്ലെ. നമ്മുടെ ഡിപ്ലോമയിൽ പഠിച്ചതാണ് അല്ലെ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളൊക്കെ നൽകാനായിട്ട് പ്രാപ്തിയുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലെ. നമുക്ക് നമുക്ക് എന്തൊക്കെ ഐറ്റംസുകൾ വേണം അല്ലെ, ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും അതിൻ്റെതായ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലും അതുപോലെ തന്നെ അതിൻ്റെതായ ഇക്കണോമിക് ആയിട്ട് അല്ലെ ലാഭകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് നൽകാനായിട്ട് കഴിയുന്ന ഏറ്റവും അനുയോജ്യരായിട്ടുള്ള വെണ്ടർമാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് കേട്ടോ. സെലക്ഷൻ ഓഫ് വെണ്ടർ. അപ്പൊ നമ്മൾ ഇത് ഈസി ആണോ? ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. നല്ലൊരു വെണ്ടറിനെ നമ്മൾ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പരമാവധി വലിയ റേറ്റ് ഇല്ലാതെ എന്നാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങള് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് കിട്ടണം അല്ലെ. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിന് നമുക്കൊരു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വെണ്ടറിനെ നമുക്ക് കണ്ടെത്തണം അല്ലെ. അത് എന്താണ് ഈസി അല്ല, ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. സെലക്ഷൻ ഓഫ് വെണ്ടർ. നമുക്ക് ജസ്റ്റ് ആദ്യത്തെ ഒരു പാരഗ്രാഫ് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. The purchasing department takes the responsibility for the vendor selection, which is an integral part of the procurement management process. Underline ചെയ്യണം കേട്ടോ. The purchasing department takes the responsibility for the vendor selection, which is an integral part of the procurement management process. Okay. എന്താണ് ഈ പ്രോക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഇതാണ് പ്രോക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ്. നമ്മൾ വാങ്ങുന്ന പ്രക്രിയയാണ് കേട്ടോ. സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്ന പ്രക്രിയയില്ലേ, വാങ്ങുന്ന പ്രക്രിയ എന്ന് പറയും. ഇതാണ് എന്ത്? പ്രോക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ് അല്ലെ. ആരാണ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും മറ്റും വാങ്ങുന്നത്? ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അല്ലേ നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാറില്ലേ? ഇതൊക്കെ നമ്മുടെ ഡിപ്ലോമയിൽ പഠിച്ചതാണ് കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അവരാണ് നമ്മൾക്ക് വേണ്ട സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങുന്നത് അല്ലെ. അപ്പോ ഒരു പ്രോക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് അല്ലെ. നല്ലൊരു സപ്ലയറിനെ കണ്ടെത്തുക, നല്ലൊരു വെണ്ടറിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്, മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനാണ്. ചിലരോട് ചോദിക്കാം, ഡാഷ് ടേക്സ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ വെണ്ടർ സെലക്ഷൻ. വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്? എന്താണ് വെണ്ടർ സെലക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡെഫിനേഷൻ ആയിട്ട് പറയാം. അടുത്ത സെന്റൻസ് ആണ് കേട്ടോ. അതെല്ലാം ചെയ്തു പോവാം. വെണ്ടർ സെലക്ഷൻ is a subsidiary process that allows clearly stating, defining, and approving those vendors which meet requirements of the procurement process. Underline ചെയ്യാം. What is vendor selection? എന്ന് ചോദിച്ചാൽ it's a subsidiary process that allows clearly stating, defining, and approving those vendors which meet the requirements of the procurement process.
നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള വെൻഡേഴ്സിനെ കണ്ടെത്തുക, അവരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന അനുമതി നൽകുക, ഇതെല്ലാം ചെയ്യുന്ന ഒരു സബ്സിഡിയറി പ്രോസസ്സിനെയാണ് നമ്മുടെ വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു പ്രക്രിയയാണ്, ഒരു സബ്സിഡിയറി പ്രോസസ് ആണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് നിറവേറ്റാൻ കഴിയുന്ന തരത്തില് അനുയോജ്യമായിട്ടുള്ള ഒരു വെൻഡറിനെ കണ്ടെത്തി അവരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക, അവർക്ക് വേണ്ട അനുമതി നൽകുന്ന ഒരു സബ്സിഡിയറി പ്രോസസ്സിനെയാണ് നമ്മള് വെൻഡർ സെലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതൊരു ഡെഫിനീഷൻ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം കേട്ടോ. Vendor selection is a subsidiary process that allows the administrating, defining and approving those vendors which meet the requirements of the procurement process. Okay, then after that, the buying department is responsible for creating a list of potential suppliers. Buying department എന്ന് പറയുന്നത് ആരാണ്? Purchasing department അല്ലേ? സാധനങ്ങൾ വാങ്ങുന്നത് അവരല്ലേ? അവർക്ക് നമ്മൾ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം, മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമുക്ക് അവരെ പറയാം അല്ലെ? അപ്പൊ എന്ത് വേണം? ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് എ ലിസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ സപ്ലയേഴ്സ് ആൻഡ് സബ്മിറ്റിംഗ് ദാറ്റ് ലിസ്റ്റ് ടു ദ പ്രോജക്ട് മാനേജർ ഇൻ ഓർഡർ ടു ഡിസൈഡ് ഓൺ ദ വെൻഡേഴ്സ് ഇൻ കോൺഫിഡൻസ്. അതായത് നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് അഥവാ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണല്ലോ വെൻഡറിനെ സെലക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. അവർ എന്ത് ചെയ്യും? അനുയോജിച്ചതായിട്ടുള്ള വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കും. നമുക്ക് അനുയോജ്യം എന്ന് തോന്നുന്ന വെൻഡേഴ്സിന്റെ സപ്ലയർമാരുടെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ട് ആ ലിസ്റ്റ് അവർ ആർക്ക് സബ്മിറ്റ് ചെയ്യും? പ്രോജക്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു അന്തിമ തീരുമാനത്തിലോട്ട് എത്തുന്നത്. അല്ലാതെ ഓടിപ്പോയി ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് വെൻഡേഴ്സിനെ സെലക്ട് ചെയ്ത് അവർ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താണ്? അവര് അനുയോജ്യം എന്ന് തോന്നുന്ന സപ്ലയർമാരുടെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ലിസ്റ്റ് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രോജക്ട് മാനേജറിന്റെ അടുത്ത് കൊടുക്കും. ഓക്കെ, അവരുമായിട്ട് ചർച്ച ചെയ്തു. പ്രോജക്ട് മാനേജർക്ക് ആ ലിസ്റ്റ് അവർക്ക് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന വെൻഡേഴ്സുമായിട്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വെൻഡേഴ്സ് ഉണ്ടല്ലോ, അവരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് അന്തിമ തീരുമാനത്തിലോട്ട് എത്തുന്നത് കേട്ടോ. പിന്നെന്താണ്? However, the ultimate decisions on the vendors cannot be made without the vendor selection criteria. So the purchase department, in cooperation with the project manager, needs to develop and use such a criteria. എന്താ പറയുന്നത്? പക്ഷെ നമുക്ക് ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിൽ എത്താനായിട്ട് ഇനിയും സമയമെടുക്കും അല്ലെ? നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഇല്ലാതെ, ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതല്ലേ? എന്തൊരു വെൻഡറിനെ ഓടിപ്പോയി സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള എന്ത് വേണം? ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? അൾട്ടിമേറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഒറ്റയ്ക്കല്ല ആ തീരുമാനം എടുക്കുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പ്രോജക്ട് മാനേജറുമായിട്ട് ചേർന്ന് സഹകരിച്ചിട്ടാണ് അവരങ്ങനെയുള്ള ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ അവർ ആദ്യം എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ആ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് വെൻഡറിനെ വിലയിരുത്തി അവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടാണ് ഫൈനലി അവരൊരു ഡിസിഷനിലോട്ട് എത്തുന്നത്. കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇവിടെ പറഞ്ഞാശയത്തിലേ ഉള്ളൂ. ഒരു പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ വെൻഡറിനെ സെലക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. അഥവാ നമ്മൾ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് എന്നോ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് വെൻഡർ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നിറവേറ്റാൻ കഴിയുന്ന തരത്തില് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള വെൻഡറിനെ കണ്ടെത്തുക, അവരെ ഡിഫൈൻ കൃത്യമായിട്ട് അവരെ ഡിഫൈൻ ചെയ്ത് അവർക്ക് അനുമതി കൊടുക്കുന്ന പ്രക്രിയയാണ് സബ്സിഡിയറി പ്രോസസ് ആണ് വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് അഥവാ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അനുയോജ്യമായിട്ടുള്ള വെൻഡർമാരെ ഉൾപ്പെടുത്തുന്നത് അവരൊരു ലിസ്റ്റ് തയ്യാറാക്കും. എന്നിട്ട് ആ ലിസ്റ്റ് ആർക്ക് കൊടുക്കും? പ്രോജക്ട് മാനേജർക്ക് സബ്മിറ്റ് ചെയ്യും. പ്രോജക്ട് മാനേജർ ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വെൻഡേഴ്സുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷമാണ് അവസാനം ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത്.
അപ്പോഴും നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു കൃത്യമായിട്ട് സെലക്ഷൻ ക്രൈറ്റീരിയ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അത് എനിക്ക് ആരാണ് ഡെവലപ്പ് ചെയ്തത്? അത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് മാനേജറുമായിട്ട് ചേർന്ന് സഹകരിച്ചിട്ടാണ് അവർ നമുക്കൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ബേസിൽ എന്ത് ചെയ്യും? നമ്മളുടെ വെണ്ടർമാരെ വിലയിരുത്തി അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് നമ്മളൊരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്തുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇത് കേട്ടപ്പോ നമുക്ക് മനസ്സിലായോ? സെലക്ഷൻ എന്ന് പറഞ്ഞാല് എന്തെല്ലാം ഒരു ഈസി കാര്യമല്ല, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? ഓഫൻ വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ vary between organizations. However, they need to be identified and included as a component of the inventory management plan. The criteria for vendor selection include the following. അപ്പോ നമ്മൾ ഈ വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നത് ഈ വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയുണ്ട്? അത് ഓരോ സ്ഥാപനത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ ആയിരിക്കില്ല ഒരു പക്ഷെ മറ്റൊരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. അവിടെ ഉപയോഗിക്കുന്നതായിരിക്കില്ല മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ. അവിടുത്തെ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പ്ലാനിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തും. അങ്ങനെ നമ്മൾ പഠിക്കുന്നതാണ് ക്രൈറ്റീരിയ ഫോർ വെണ്ടർ സെലക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ ഒരു വെണ്ടറിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ക്രൈറ്റീരിയ ആണ്. അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അതാണ് ഈ 4 പോയിന്റുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ് 4 പോയിന്റ്? കോസ്റ്റ്, സെക്കൻഡ് വൺ ഡെലിവറി, third one quality, and fourth one fast performance. 4 പോയിന്റ് ഏതൊക്കെയാണ്? കോസ്റ്റ്, ഡെലിവറി, ക്വാളിറ്റി, ഫാസ്റ്റ് പെർഫോമൻസ്. ക്ലിയർ ആയോ? ആ 4 ക്രൈറ്റീരിയാസ്. അപ്പൊ ഞാനൊരു 2 മിനിറ്റ് നിങ്ങൾക്ക് 2 വേണോ 5 വേണോ? വേണം ബ്രേക്ക് വേണോ? വേണം. ഇതൊക്കെ സമയം വേണം. 5 മിനിറ്റ് വേണോ? അത് 2 മിനിറ്റ് മതിയാ? 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. നമുക്ക് കറക്റ്റ് 35 മിനിറ്റ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 12 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ.
കഴിഞ്ഞ ക്ലാസ് തുടങ്ങാൻ നമുക്ക് ഓക്കെയാണോ? ശരി, നമ്മള് പറഞ്ഞു നിർത്തിയത് ക്രൈറ്റീരിയ ഫോർ വെണ്ടർ സെലക്ഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്കൊരു അനുയോജ്യമായിട്ടുള്ള ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ചില ക്രൈറ്റീരിയാസ് ആണ്. പ്രധാനമായിട്ട് 4 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. 4 ക്രൈറ്റീരിയാസ് ആണ്. 1 കോസ്റ്റ് ആണ് കേട്ടോ. 2 ഡെലിവറി, 3 ക്വാളിറ്റി, 4 ഫാസ്റ്റ് പെർഫോമൻസ് റെസ്പോൺസ് കേട്ടോ. ഇതൊക്കെയാണ് കോസ്റ്റ്, ഡെലിവറി, അതുപോലെ തന്നെ ക്വാളിറ്റി, ഫാസ്റ്റ് പെർഫോമൻസ് റെസ്പോൺസ്. അങ്ങനെ 4 ക്രൈറ്റീരിയാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കോസ്റ്റ് ആണ്. ഓക്കെ, കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസ് ആണ്. ദാറ്റ് മീൻസ് എ കമ്പാരിസൺ ഓഫ് പ്രൈസസ് പ്രൊവൈഡഡ് ബൈ സെവറൽ കോൺട്രാക്ട് അല്ലെ. ഒന്നാമത് നമുക്കൊരു വെണ്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് കോസ്റ്റ് ആണ് അല്ലെ. നമുക്ക് എത്രത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വെണ്ടർ ആവണം അല്ലെ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങളൊക്കെ ചെയ്തു തരും, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആവുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ത് തന്നെയാണ്? കോസ്റ്റ് ആണ് അല്ലെ. അതെ, കമ്പാരിസൺ ഓഫ് പ്രൈസസ് പ്രൊവൈഡഡ് ബൈ സെവറൽ കോൺട്രാക്ടേഴ്സ് അല്ലെ. അതെ, വിവിധ കോൺട്രാക്ടേഴ്സ് വിവിധ സപ്ലയർമാര് നമുക്ക് ഓഫർ ചെയ്യുന്ന ആ വിലകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യണം. എന്നിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വെണ്ടർ ഏതാണോ അതിനെ നമുക്ക് സെലക്ട് ചെയ്യണം. എന്ത് കരുതിയിട്ട് ഭയങ്കര ചീപ്പായിട്ടുള്ള വെണ്ടർ സെലക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം നമുക്ക് ഒരുപോലെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് പോകണം അല്ലെ. ആ രീതിയിൽ വിവിധ സപ്ലയേഴ്സുകൾ നൽകുന്ന വിലകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ കോസ്റ്റ് ആണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തത് എന്താണ്? ഡെലിവറി ആണ് അല്ലെ. ഡെലിവറി ആൻഡ് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ ടു പ്രൊക്യൂർ ഓൾ ഐറ്റംസ് വിത്തിൻ ഡിസൈർഡ് ഡെലിവറി ഡേറ്റ്. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കൃത്യസമയത്ത് നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് നൽകാനായിട്ട് വിതരണം ചെയ്യാനായിട്ടുള്ള അവരുടെ കപ്പാസിറ്റി അല്ലെ, അവരുടെ എബിലിറ്റി, അതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ശരിയല്ലേ? അതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് തോന്നിയ സമയത്ത് സാധനങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല അല്ലെ. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയം, നമ്മളുടെ ആ ഒരു കൃത്യ സമയത്തിന് നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും കൃത്യമായിട്ട് വിതരണം ചെയ്യാനുള്ള അവരുടെ ഒരു കപ്പാസിറ്റി അല്ലെ, അവരുടെ ആ ഒരു എബിലിറ്റി, അവരുടെ ആ ഒരു ശേഷി അല്ലെ, അതാണ് നമ്മൾ രണ്ടാമതായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ഡെലിവറി ആണ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ക്വാളിറ്റി അല്ലെ. ഇത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ മൂന്നാമത്തെ എന്താണ്? ക്വാളിറ്റി ആണ്, ഗുണമേന്മയാണ് അല്ലെ. Quality of the procurement services. That means an ability of the contractor to provide a product with the expected quality. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണനിലവാരത്തിൽ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങളും സേവനങ്ങൾക്ക് നൽകാനുള്ള ആ ഒരു എബിലിറ്റി, അതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലെ. ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണനിലവാരത്തിന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ അവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ അല്ലെ, അതാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്. ലാസ്റ്റ് എന്താണ്? പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സ് ആണ് അല്ലെ. ഓൺ ദ കോൺട്രാക്ടേഴ്സ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ ദ പാസ്റ്റ്. അതായത് ആ ഒരു വെണ്ടറിന്റെ മുൻപുണ്ടായിരുന്ന അവരുടെ ആ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹിസ്റ്ററി അല്ലെ, അതിന് മുൻപ് ചെയ്തിട്ടുള്ള ഇടപാടുകള്, ബിസിനസ് കാര്യങ്ങളും അതിന്റെ ഒരു റെക്കോർഡുകൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കാം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു വെണ്ടറിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ വെണ്ടറിന്റെ മുന്നേ നടന്നിട്ടുള്ള ബിസിനസ് ഇടപാടുകളും അവരാരൊക്കെയായിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അവരുടെ ഒരു പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ് കൂടെ നമ്മൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു എന്താ പറയാ കാര്യങ്ങൾ, അവരുടെ ആ ജെനുവിനിറ്റി അല്ലെ, അതൊക്കെ നമുക്കൊന്നും കൂടെ വിലയിരുത്താനായിട്ട് സാധിക്കും. ഇതാണ് പ്രധാനപ്പെട്ട 4 വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ. ഇതൊക്കെയാണ് കോസ്റ്റ്, ഡെലിവറി, ക്വാളിറ്റി, ഫാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്. കോസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വിവിധ വെണ്ടർമാർ നൽകുന്ന വിലകൾ തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്ത് നോക്കണം അല്ലെ. പിന്നെ പറഞ്ഞ ഡെലിവറിയാണ് നമ്മൾ ആവശ്യപ്പെടുന്ന കൃത്യസമയത്തിന് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും എത്തിച്ചു തരാൻ കഴിയുന്നത് ശേഷി, ഒരു കപ്പാസിറ്റി നമുക്കുണ്ടോ,
അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ ഗുണനിലവാരത്തിൽ തന്നെ സാധനങ്ങളും സേവനങ്ങളും നമുക്ക് നൽകാനായിട്ട് എബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ അവരുടെ മുൻകാല ബിസിനസ് ഇടപാടുകളെയും മറ്റും അവരുടെ പശ്ചാത്തലവും കാര്യങ്ങളും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. പാസ്റ്റ് പെർഫോമൻസ് റിപ്പോർട്ട്. ഇതാണ് പ്രധാനപ്പെട്ട വെണ്ടർ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയസ് ആണ്. ഇനിയും നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഏറ്റവും ബേസിക് ക്രൈറ്റീരിയസ് ഫോർ വെണ്ടർ സെലക്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നതാണ്. അതിന്റെ ഉത്തരം കോസ്റ്റ്, ഡെലിവറി, ക്വാളിറ്റി ആൻഡ് പാസ്റ്റ് പെർഫോമൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സ്റ്റെപ്സ് ഫോർ വെണ്ടർ സെലക്ഷൻ. സ്റ്റെപ്സ് ഫോർ വെണ്ടർ സെലക്ഷൻ. നമ്മൾ ഒരു വെണ്ടർ സെലക്ഷൻ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഇതിനകത്ത് 7 സ്റ്റെപ്സുകളാണ് വരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കില് ഇന്റേണൽ ഓഡിറ്റിന്റെ 4 ഫേസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ വെണ്ടർ സെലക്ഷൻ വരുന്ന 7 സ്റ്റെപ്സുകളാണ് കേട്ടോ. അപ്പൊ 7 സ്റ്റെപ്പുകളാണ് ഇതിൽ വരുന്നത്. ഇതിന് 7 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടം അങ്ങനെയാണ്. അതിലൂടെ അതിന് ചോദ്യം എന്ന് പറയുമ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്താണ്, ഫിഫ്ത് സ്റ്റെപ്പ് എന്താണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ സ്റ്റെപ്സുകൾ പഠിച്ചിരിക്കും. പിന്നെ അതല്ലാതെ നമുക്ക് ഓരോ സ്റ്റെപ്പിൽ നിന്നും ഉള്ളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. പ്രധാനമായിട്ടും അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിപ്പിച്ചാൽ ഓർഡർ തെറ്റിച്ചു വരും. എന്നിട്ട് അതിന്റെ കറക്റ്റ് ഓർഡർ ഷഫിൾ ചെയ്തിട്ട് കറക്റ്റ് ഓർഡറിലാണെന്ന് പറയും. അതും അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഏതാ, അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റെപ്പ് ചെയ്ത് സിക്സ്ത് സ്റ്റെപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ അവരുടെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നോക്കാം സ്റ്റെപ്സ് ഫോർ ദ വെണ്ടർ സെലക്ഷൻ. Selecting a technology vendor is probably one of the most important tasks that an IT leader will undertake. It can be a complicated and emotional process if the organization lacks the right team of people who have the knowledge and expertise to undergo a successful selection process. For example, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരികയാണ്. അതായത് ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു IT വെണ്ടർ, IT വെണ്ടർ അല്ല, IT ലീഡർ അല്ലെ, അതായത് ഒരു സ്ഥാപനത്തിന്റെ IT സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ടാസ്ക് എന്തായിരിക്കും അറിയോ? ഒരു നല്ല ടെക്നോളജി വെണ്ടറിനെ കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു വലിയൊരു ടാസ്ക് ആണ്. നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു IT സ്പെഷ്യലിസ്റ്റ് ആണ് വിചാരിക്കുന്നത്, IT ലീഡർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു ടെക്നോളജി വെണ്ടറിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു IT ലീഡറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആണ്. ഇനി അതിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂ? ഇല്ല. അതാണ് അവിടെ പറഞ്ഞത്, ക്യാൻ ബി എ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ പ്രോസസ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് ബുദ്ധിമുട്ടായി മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? If the organization has the right team of people who have the knowledge and expertise to undergo a successful selection process. അതായത് നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള നോളജ്, അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടീം നമുക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് വേണം? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വെണ്ടറിനെ കണ്ടെത്താനായിട്ട് നോളജബിൾ ആയിട്ടുള്ള, അതിന് അറിവും കഴിവും ഉള്ള വിദഗ്ധരായിട്ടുള്ള ഒരു ടീമിന് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു ടീമിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വെണ്ടറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് വെണ്ടർ ആയിക്കോട്ടെ, ഒരു ടെക്നോളജി വെണ്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വെണ്ടർ എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്കൊരു വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, അല്ലെ, അതിൽ ഏറ്റവും ഒരു നല്ലൊരു വെണ്ടറിനെ സെലക്ട് ചെയ്തതില് അറിവും കഴിവും ഒക്കെയുള്ള വിദഗ്ധരായിട്ടുള്ള ഒരു ടീമിന് നമുക്ക് ആവശ്യമാണ്. ആ ഒരു ടീമിന്റെ സഹായം, ഇവാലുവേഷൻ ടീം തന്നെ നമുക്ക് പറയാം. ആ ഒരു ടീമിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഒരു ഐഡിയലായിട്ടുള്ള നമ്മളെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് ആ സെലക്ഷൻ പ്രോസസ് വരെ സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, അതിൽ കഴിവും അറിവുമുള്ള നല്ലൊരു ഇവാലുവേഷൻ ടീമിനെ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലായതേ. നല്ലൊരു ടീമിനെ നമുക്ക് ആദ്യം രൂപീകരിക്കണം, അല്ലെ? നല്ലൊരു ടീമിനെ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് വേണം അവരുടെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വെണ്ടറിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ആ പറഞ്ഞ കാര്യം ക്ലിയർ ചെയ്തിട്ട് ഇവാലുവേഷൻ ടീം വേണം എന്നുള്ളത് ഉറപ്പാണല്ലോ. അതെ, എങ്കിൽ മാത്രമാണ് നമുക്ക് വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് കടക്കാം. ആദ്യം കണ്ടിട്ട് സ്റ്റെപ്പുകൾ ഒന്ന് വായിക്കാം കേട്ടോ. 7 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? ഡിഫൈൻ ആൻഡ് അനലൈസ് ദ ബിസിനസ് റിക്വയർമെന്റ്സ് കേട്ടോ. ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ്, അതായത് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതായത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസിന്റെ ആവശ്യങ്ങള്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങളും മെറ്റീരിയൽസും സേവനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അതാദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് വേണം അതിനനുസരിച്ചുള്ള വെണ്ടറിനെ നമ്മൾ പോയി സെലക്ട് ചെയ്യണം. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അതല്ലേ? അതെ, ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്. നമ്മുടെ ബിസിനസിന്റെ ആവശ്യകതകൾ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? ഐഡന്റിഫൈ ദ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ്സ്. അതെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നിറവേറ്റി തരാനായിട്ട് അനുയോജ്യരായിട്ടുള്ള വെണ്ടർ കാൻഡിഡേറ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ വിത്ത് റേറ്റിംഗ്. ഇനി നമ്മൾ അവരെ എന്താണ് വിലയിരുത്താനുള്ള ഒരു മാനദണ്ഡങ്ങള്, അതിനായിട്ടുള്ള ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അത് വെയിറ്റേജ് കൊടുത്തുകൊണ്ട്, ഒരു വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? കണ്ടക്ട് വെണ്ടർ ബ്രീഫിംഗ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വെണ്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യണം? കൂടിക്കാഴ്ച നടത്തണം. അവരുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റ് വെണ്ടേഴ്സ് ആൻഡ് ഷെഡ്യൂൾ ഡെമോസ്. വെണ്ടേഴ്സിനെ നമ്മൾ വിലയിരുത്തുക, അതുപോലെ തന്നെ അവരോട് ഡെമോസ് ആവശ്യപ്പെടുക, അല്ലെ? അവരോട് നമ്മൾ ഡെമോസ് ആവശ്യപ്പെടുക. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വെണ്ടർ സെലക്ഷൻ. നമ്മളുടെ വെണ്ടർ സെലക്ഷൻ പ്രോസസ് അവിടെ പൂർത്തിയാക്കുക. ഏഴാമത്തെ സ്റ്റെപ്പ് എന്താണ്? കംപ്ലീറ്റ് കോൺട്രാക്ടിംഗ് വിത്ത് വെണ്ടർ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വെണ്ടറുമായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെടുക. ഇങ്ങനെയാണ് 7 സ്റ്റെപ്പുകൾ പോകുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റെപ്പുകൾ ഏകദേശം ക്ലിയർ ആയോ? നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ ഏകദേശം ക്ലിയർ ആയോ? 7 സ്റ്റെപ്പ് കേട്ടോ. അതും ഫസ്റ്റ് ഏതാണ്, സെക്കൻഡ് ഏതാണ്, തേർഡ് സ്റ്റെപ്പ് ഏതാണ്, അത് അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കാം. ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ്. നമ്മുടെ ബിസിനസ് ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്ത അത് കറക്റ്റ് ആയിട്ട് നമ്മൾ വ്യക്തമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. ഓക്കെ, അപ്പൊ നോക്കാം. What is the organization asking a third party to provide? A good start would be to assemble an evaluation team that is knowledgeable in the vendor selection process and has a clear understanding of what the business is all about. Okay, അത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ സ്ഥാപനം ഒരു മൂന്നാമതൊരു തേർഡ് പാർട്ടിയിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം. നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഹോസ്പിറ്റൽ, നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ വേണം, നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, നമുക്ക് എന്തൊക്കെ മെഷീനറീസ് വേണം, എന്തൊക്കെ സർവീസുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെ? നമ്മള് മൂന്നാമതൊരു വരുന്ന വ്യക്തി നമ്മുടെ വെഞ്ചറിൽ നിന്നും നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ സേവനങ്ങൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം, വ്യക്തമാക്കണം. അപ്പോ അതിനു മുമ്പ് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒരു നല്ല ഇവാലുവേഷൻ ടീമിനെ നമ്മൾ കണ്ടെത്തണം, അല്ലെ? ഒരു വെണ്ടർ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട്, നമ്മുടെ ബിസിനസിന്റെ ആവശ്യകതകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു ഇവാലുവേഷൻ ടീമിനെ, അല്ലെ? ഒരു വെണ്ടർ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിവും സ്കില്ലും, അതുപോലെ നമ്മുടെ ബിസിനസിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു ഇവാലുവേഷൻ ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ രൂപീകരിക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അല്ലെ? നല്ലൊരു ഇവാലുവേഷൻ ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം? അസംബിൾ ചെയ്യണം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങനെ ഇവാലുവേഷൻ ടീം ഷുഡ് ബി ഏബിൾ ടു, നമ്മൾ അങ്ങനെ രൂപീകരിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇവാലുവേഷൻ ടീമിന്
ഈ പറയുന്ന കാര്യങ്ങള് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കണം. ഇവാലുവേഷൻ ടീം ചെയ്യേണ്ട കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ രൂപീകരിക്കുന്ന ഇവാലുവേഷൻ ടീം എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട്, എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്താനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. 4 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഡിഫൈൻ ദ പ്രോഡക്റ്റ്, മെറ്റീരിയൽ ഓർ സർവീസ് ദാറ്റ് ഈസ് നീഡഡ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അല്ലെ? ഇവാലുവേഷൻ ടീമാണ് അത് ചെയ്യേണ്ടത്. നമ്മുടെ സ്ഥാപനത്തിന്, നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ വേണം, എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, എന്തൊക്കെ സേവനങ്ങൾ വേണം എന്നൊക്കെ കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഡിഫൈൻ ദ ടെക്നിക്കൽ ആൻഡ് ബിസിനസ് റിക്വയർമെന്റ്സ്. അതുപോലെ നമ്മുടെ സാങ്കേതികവും ബിസിനസ് ആവശ്യങ്ങളും കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഹോസ്പിറ്റലാണ്, നമുക്കൊരു മിഷനറി വേണം. ചിലപ്പോൾ നമ്മുടെ പർപ്പസിന് അത്യാവശ്യം ചില പ്രത്യേക ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള മെഷീനറിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിചാരിക്കാം. അങ്ങനെ എന്തൊക്കെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് വേണം? എല്ലാവർക്കും മെഷീൻ ആകട്ടെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഷീനിൽ ചിലപ്പോ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വേണമെന്ന് വിചാരിക്കാം. അങ്ങനെ സാങ്കേതികമായിട്ട് ടെക്നിക്കലായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സുകൾ വേണം, അല്ലെങ്കിൽ ബിസിനസ് റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ്, അല്ലെ? അതായത് ടെക്നിക്കലായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സുകൾ വേണം, അത് നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം ഉപകരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേഷൻ ടീമിന് കൃത്യമായിട്ട് എന്താണ് അവർക്ക് വ്യക്തമാക്കാനായിട്ടുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താണ്? ഡിഫൈൻ ദ വെണ്ടർ റിക്വയർമെന്റ്സ്. That is the features the organization is looking for in a vendor. അടുത്തത് എന്താണ്? ഡിഫൈൻ ദ വെണ്ടർ റിക്വയർമെന്റ്സ്. നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അല്ലെ? നമ്മുടെ ആവശ്യങ്ങൾ നമുക്കറിയാം, അതനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന വെണ്ടറിന് എന്തൊക്കെ ക്വാളിറ്റീസുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ഓക്കെ. ലാസ്റ്റ് എന്താണ്? പബ്ലിഷ് യുവർ റിക്വയർമെന്റ്സ് പബ്ലിക്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റിക്വയർമെന്റ് രേഖ അവിടെ എഴുതിയിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ വേണം, എന്തൊക്കെ മെറ്റീരിയൽ വേണം, എന്തൊക്കെ സേവനങ്ങൾ വേണം. ഓക്കെ. അതുപോലെ തന്നെ എന്തൊക്കെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് വേണം, അത് നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം ഉപകരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന വെണ്ടർക്ക് എന്തൊക്കെ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഒരു റിക്വയർമെന്റ് ഡോക്യുമെന്റ് അവർ എന്ത് ചെയ്തിരിക്കണം? പബ്ലിഷ് ചെയ്തിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യണം? നമ്മൾ രൂപീകരിക്കുന്ന ഇവാലുവേഷൻ ടീമിന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്? The evaluation team should also try to collect as much information as possible, identify and interview stakeholders and users, review existing internal materials such as reports and statistics, as well as gather technical information including standards and descriptions of the environment. എന്താണ് അവിടെ പറയുന്നത്? ഇതിന് പുറമെ നമ്മുടെ ഇവാലുവേഷൻ ടീമിന് കഴിയാവുന്ന വിവരങ്ങളെല്ലാം തന്നെ അവർ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. ഓക്കെ. ആൾസോ ട്രൈ ടു കളക്ട് ആസ് മച്ച് ഇൻഫർമേഷൻ ആസ് പോസിബിൾ. കഴിയാവുന്നിടത്തോളം ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? ഇവാലുവേഷൻ ടീമിനോട് കളക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാല് അവരെന്ത് ചെയ്യണം? ആ ഒരു സ്ഥാപനത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ഉപയോക്താക്കളുമായിട്ടൊക്കെ അവര് മീറ്റ് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം. അതുപോലെ നിലവിലുള്ള അവിടുത്തെ റിപ്പോർട്ടുകളും സ്ഥിതിവിവരക്കണക്കുകളും കാര്യങ്ങളും ഒക്കെ അവരെന്ത് ചെയ്യണം? വിലയിരുത്തണം. അതൊക്കെ അവർ അവലോകനം ചെയ്യണം. അത് കൂടാതെ they will gather the technical information including standards and description of the benefit. നമ്മുടെ ആ ഒരു സ്ഥാപനത്തിന്റെ എൻവിറോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളും അല്ലെ അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വിവരങ്ങളും എല്ലാം തന്നെ അവരെന്ത് ചെയ്യണം? കളക്ട് ചെയ്യും. ഈ പറഞ്ഞതിന് പുറമെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അത് ഇതിന് പുറമെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിന്റെ ഉപയോക്താക്കൾ ആരൊക്കെയാണ്, നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അവരുമായിട്ടൊക്കെ മീറ്റ് ചെയ്യണം. അവരുമായിട്ട് നേരെ ഇന്റർവ്യൂ അവരുമായിട്ട് മീറ്റ് ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ശേഖരിക്കണം. പിന്നെ നമ്മുടെ സ്ഥാപനത്തിന് നിലവിലുള്ള സ്ഥിതിഗതികൾ എങ്ങനെയാണ്, അല്ലെ? നിലവിലുള്ള റിപ്പോർട്ടുകള്, മറ്റ് സ്ഥിതിവിവര കണക്കുകള്, അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം. അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന ധാരാളം മെഷീനറികളും മറ്റൊക്കെ ഉണ്ടാവുക, അല്ലെ? അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സുകളും കാര്യങ്ങളും സ്റ്റാൻഡേർഡുകളും, അല്ലെ? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി കിട്ടാവുന്ന വിവരങ്ങളെല്ലാം തന്നെ ഇവാലുവേഷൻ ടീം എന്ത് ചെയ്യണം? ഗ്യാദർ ചെയ്യണം, ഇത്
കളക്ട് ചെയ്യണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഹെഡിങ് പഠിച്ചു വെക്കുക കേട്ടോ. ഡിഫൈൻ ഇനി അപ്പൊ ആദ്യത്തെ നമ്മൾ ആവശ്യങ്ങളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നിൽക്കട്ടെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിഫൈ ദ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ് അല്ലെ. മൂന്നാമത്തെ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അനുയോജ്യനായിട്ടുള്ള വെണ്ടർ കാൻഡിഡേറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധ്യതയുള്ള വെണ്ടർമാരെ കണ്ടെത്തുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ നോക്കിയേ, after the evaluation team has published the requirement document, it must now convey a list of possible vendors. മുപ്പത്തെ സ്റ്റെപ്പില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നിരത്തിക്കൊണ്ട് ഒരു റിക്വയർമെന്റ് ഡോക്യുമെന്റ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്ന വെണ്ടർമാരുടെ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതിലുള്ള വെണ്ടർമാരെ കണ്ടെത്തുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെ. ഓക്കെ, the team should send each one a request for information that is RFI and conduct a team evaluation process. അപ്പൊ നമ്മുടെ ടീം ഉണ്ടല്ലോ, ഏത് ടീമാണ്? ഇവാലുവേഷൻ ടീം അല്ലെ. ഇവാലുവേഷൻ ടീം എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങള് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യതയുള്ള വെണ്ടർമാരുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ലിസ്റ്റിലുള്ള ഓരോ വെണ്ടർമാർക്കും നമ്മൾ എന്തയക്കണം? റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ അയക്കണം. RFI എന്ന് പറയും. RFIയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിക്കാം. റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ അത് നമ്മൾ അയക്കണം. എന്താണ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ ആ വെണ്ടറിന്റെ വിവരങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്താണ്. അതായത് ആ വെണ്ടറിനെ പറ്റി, അവരുടെ സേവനങ്ങളെ പറ്റിയിട്ടും അവരുടെ കമ്പനിയെ പറ്റിയിട്ട് നമ്മൾ അവരോട് വിവരങ്ങൾ ആവശ്യപ്പെടുകയാണ് അല്ലെ. അങ്ങനെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു RFI അവർക്ക് ഓരോ വെണ്ടർമാർക്കും നമ്മൾ അയക്കുകയാണ്. ഓക്കെ, എന്നിട്ടോ കണ്ടക്ട് എ ടീം ഇവാലുവേഷൻ പ്രോസസ്. എന്നിട്ട് അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇവാലുവേഷൻ നടത്തും. ഓക്കെ, റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ നമ്മൾ അയച്ച അവരുടെ വിവരങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അവരോട് ചോദിച്ചിട്ട് അവരുടെ വിവരങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് അവിടെ ഇവാലുവേഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യും. എന്നുവെച്ചാൽ ആ വെണ്ടർമാരെ വിലയിരുത്താനുള്ള ഒരു പ്രോസസ് നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടോ എ ഷോർട്ട് ലിസ്റ്റ് ഓഫ് വെണ്ടേഴ്സ് ഇസ് ക്രിയേറ്റഡ്. വിലയിരുത്തിയതിനു ശേഷം, ആ ഇവാലുവേഷൻ പ്രോസസ്സിന് ശേഷം നമുക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന വെണ്ടേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? തയ്യാറാക്കുകയാണ്. ഓക്കെ, നമ്മൾ HRMന്റെ എന്താണ് ബയോഡാറ്റ കിട്ടിയിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? വെണ്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കും. എന്നിട്ട് ചെറിയൊരു ഇവാലുവേഷൻ പ്രോസസ് അവരുടെ ഇടയിൽ നമ്മൾ നടത്തും. കാരണം നമ്മൾ അവരുടെ ഇത് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഒക്കെ കൊടുത്ത് അവരിൽ നിന്ന് കുറെ വിവരങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ആ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇവാലുവേഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ലത്, കുഴപ്പമില്ല എന്ന് തോന്നുന്ന വെണ്ടർമാരെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് അവിടെ തയ്യാറാക്കുന്നതാണ്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ വിത്ത് റേറ്റിംഗ്. നമ്മൾ ഒരു മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെണ്ടർമാരുണ്ടല്ലോ, അവരെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് നമ്മളൊരു ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് in this third step, the team will construct an evaluation model. In this third step, the team will construct an evaluation model that weighs a requirement against its value and priority. This step outline ചെയ്യാം. അതായത് നമ്മുടെ ആവശ്യകതകളുടെ ആ മൂല്യമോ അതിന്റെ പ്രയോറിറ്റി മുൻഗണനയുടെയും അടിസ്ഥാനത്തില് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഇവാലുവേഷൻ മോഡല് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടാവും അല്ലെ. ആ റിക്വയർമെന്റ്സിന്റെ ആ ഒരു മൂല്യം, നമുക്കൊരു 10ഓളം റിക്വയർമെന്റ് ഉണ്ട്. ഈ 10 റിക്വയർമെന്റിന് ഒരേ പ്രയോറിറ്റി ആയിരിക്കില്ല. ചിലത് നമുക്ക് പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഓരോന്നിന്റെ പ്രയോറിറ്റി വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യകതകളുടെ മൂല്യവും അതിന്റെ മുൻഗണനയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഒരു ഇവാലുവേഷൻ മോഡല് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിലൂടെ അത് പറയാണ്. ഫോർ എക്സാമ്പിൾ, if the vendor meets a requirement with a score of 7 and the priority of that requirement is 5 on a scale of 1 to 5, then the response can be scored by 35. For example, പറയാണ്, ഒരു വെണ്ടർ നമ്മുടെ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഒരു ആവശ്യം
ഡെറിവേറ്റീവ് ഒരു വെൻഡർ. ആ ഒരു വെൻഡറിന് നമ്മുടെ റിക്വയർമെന്റിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂ 1 മുതൽ 10 വരെ കൊടുത്തിട്ടുള്ള സ്കെയിലില് നമ്മുടെ ആ ഒരു റിക്വയർമെന്റ് ആ ഒരു വെൻഡർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, നിറവേറ്റി തന്നിട്ടുണ്ട്. അതിന് നമ്മൾ കൊടുക്കുന്ന സ്കോർ 7 ആണെന്ന് ഇരിക്കട്ടെ. നമ്മുടെ റിക്വയർമെന്റിന് നമ്മൾ കൊടുക്കുന്ന മൂല്യം 7 ആണ്. 1 മുതൽ 10 വരെ 7 നമ്മൾ കൊടുത്തു. ഇനി നമ്മുടെ ആ റിക്വയർമെന്റിന്റെ പ്രയോറിറ്റി, നമ്മുടെ ആവശ്യകതയുടെ ആ ഒരു പ്രയോറിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 5 ആണെന്ന് ഇരിക്കട്ടെ. ഓൺ എ സ്കെയിൽ 1 to 5 5 ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ടോട്ടൽ സ്കോർ എങ്ങനെ നമ്മൾ എടുക്കാന്നറിയോ? Then the response can be scored by 7 into 5 35. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ്, നമ്മുടെ ആവശ്യകതയുടെ വാല്യൂ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റേജ് കൊടുത്തത്. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്ത ഒരു വെൻഡറിന് നമ്മുടെ റിക്വയർമെന്റിന്റെ വാല്യൂ 7 കൊടുത്തു. ആ റിക്വയർമെന്റിന്റെ പ്രയോറിറ്റിക്ക് നമ്മൾ കൊടുത്ത ആ ഒരു മൂല്യം 5 ആണ്. അപ്പൊ ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത് 7 into 5 35 ആണ്. അങ്ങനെ നമ്മൾ ഓരോ വെൻഡർമാരെയും നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ ചെയ്യും, ഓരോ വെയിറ്റേജ് നമ്മൾ കൊടുക്കും. Okay, this helps to amplify the differences and benefits. ആ ഒരു വാല്യൂ നമുക്ക് വെണ്ടർമാരെ തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യാനായിട്ട് അത് വളരെയധികം സഹായിക്കുമെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ വാല്യൂ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണ്? അതിൽ ആ സ്കോർ നോക്കിയിട്ട് നമുക്ക് വെണ്ടർമാരെ സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ? നമ്മുടെ ക്ലാസ് മൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇല്ല, ഇന്നത്തോടുകൂടി ക്ലാസ് ഇത് കഴിയാണ് കേട്ടോ. അപ്പൊ ഇതിലെടുത്ത ഭാഗങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആണ്? ഓക്കെ, ഇത്രയും ഭാഗങ്ങള് നല്ലപോലെ വായിച്ച് പഠിച്ച് വെക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യും. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ, ശരി എന്നാ. നെക്സ്റ്റ് ക്ലാസ്സിലാണ്. താങ്ക് യു.